ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവശേഷപുത്രാസ്തപോബലാദ് ഭൂസുരഭൂയമേയു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ദേവേന്ദ്രൻ തൻ്റെ സുന്ദരിയായ മകൾ ജയന്തിയെ ഋഷഭദേവന് വിവാഹം കഴിച്ച് കൊടുക്കുന്നത്. ആ ജയന്തിയിൽ ഋഷഭദേവന് 100 പുത്രന്മാരുണ്ടായി. അതിലേറ്റവും മൂത്ത പുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് നമ്മളുടെ ഈ നാടിന് അജനാഭം ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്ന പേര് ഉണ്ടായത്. നവ യോഗിവര അഭവൻ. നവ എന്ന് പറഞ്ഞ ഇവിടെ ഇതിനകത്ത് 100 പുത്രന്മാരിൽ 9 പുത്രന്മാർ യോഗിവര അഭവൻ, യോഗി ശ്രേഷ്ഠന്മാരായി മാറി. അന്യേ നവ തു, അന്യേ മറ്റുള്ള നവ തു 9 പേരാകട്ടെ, അപ്പം വേറെ 9 പേരാകട്ടെ ഭാരതവർഷഖണ്ഡാൻ, ഭാരതവർഷത്തിൻ്റെ ഭാഗങ്ങളെ, ഓരോ ഭാഗങ്ങളെ അപാലയൻ പരിപാലിച്ചു. അതായത് 9 പേര്, 100 പുത്രന്മാരിൽ 9 പേര് യോഗി ശ്രേഷ്ഠന്മാരായിട്ട് മാറി. 9 പേര് ഭാരതത്തിലെ ഓരോ രാജ്യങ്ങളിൽ രാജാവായിട്ട് വാണു. സൈക അശീതി, സൈക സ ഏക ഒന്നോട് കൂടിയിട്ട്. അപ്പൊ നിന്തിരിവടിയുടെ ബാക്കി 81 പുത്രന്മാരാകട്ടെ അശീതി, അശീതി എന്ന് പറഞ്ഞാൽ ഇവിടെ 80. സ ഏക ഒന്നോട് കൂടിയിട്ട്, 80ന്റെ കൂടെ ഒന്നോട് കൂടിയിട്ട്, അതായത് 81 തവ ശേഷപുത്ര തു, നിന്തിരുവടിയുടെ ശേഷപുത്രാതു ശേഷിച്ച പുത്രന്മാരാകട്ടെ തപോബലാത് തപശക്തി കൊണ്ട് ഭൂസുരഭൂയം ഈയു. ഭൂസുരന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ്. ഇവര് ബ്രാഹ്മണരായി തീർന്നു. ബ്രാഹ്മണ്യം ഈയു, ഭൂസുരഭൂയം ബ്രാഹ്മണ്യം ഈയു പ്രാപിച്ചു. 81 പേര് ബ്രാഹ്മണരായി തീർന്നു. 9 പേര് യോഗി ശ്രേഷ്ഠന്മാരായി. പിന്നെ 9 പേര് ഇവിടെ ഭാരതവർഷത്തിലെ വിവിധ രാജ്യങ്ങളിൽ രാജാക്കന്മാരായിട്ട് വാണു. 81 പേരാണ് തപശക്തി കൊണ്ട് ബ്രാഹ്മണ്യം പ്രാപിച്ചത്, ബ്രാഹ്മണന്മാരായിട്ട് മാറിയത്. ഇതില് നവയോഗികൾ എന്ന പേരിൽ 9 പുത്രന്മാര് അറിയപ്പെടുന്നു. ആ നവയോഗികൾ കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇവരാണ് 9 യോഗിശ്രേഷ്ഠന്മാര്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.